നിക്ക് നിക്ക് നിക്ക്, എങ്ങോട്ടാ കയറി പോന്ന്? ബക്കറ്റില്ല വെള്ളം, ഇവിടെ ഹാൻഡ് വാഷ്. കയ്യും മുഖം കൈയിട്ട് ഇങ്ങോട്ട് കയറിയാ മതി. സോറി. ആ ആ കയ്യും മുഖമൊക്കെ കയ്യില്ലേ? ഓ, ഇനി കയറിയിരിക്കി. കൈയും മുഖമൊക്കെ കേൾക്കണമെന്ന് വിചാരിക്കുക, എന്നോടൊന്നും മറന്നു. മറക്കരുത്, ഇനി ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റും. അങ്ങോട്ടായിട്ട് തന്നെ വന്നല്ലേ? ആ, ഞാൻ അങ്ങോട്ടായിട്ട് വന്നാ. പിന്നെ ഷാജിയേട്ട നിങ്ങൾക്ക് അറിയാലോ, പെങ്ങളെ കല്യാണം ഏപ്രിൽ 2-ന് നമ്മൾ ഉദ്ദേശിച്ചത്. ആ ഏപ്രിൽ 2-നല്ലോ. ആ. അതിപ്പോ ഈ കൊറോണന്റെ ഭാഗമായിട്ട് മാറ്റി ആ വെച്ചല്ലേ? അതെ. പിന്നെ ഷാജിയേട്ട പുതിയ ഡേറ്റ് തീരുമാനിച്ചിരുന്നു. ആ എന്നേക്കാ? ജൂണില്. ജൂണില്. ജൂണ് എത്ര? ജൂൺ 10-ന്. 10-ാം തീയതി. ഇപ്പൊ ചെറിയൊരു ഇളവൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആ ഇളവ് വന്ന് സർക്കാർ പറഞ്ഞിക്കല്ലോ, അമ്പളെ വെച്ച് വിവാഹമൊക്കെ നടത്താന്ന്. ആ. പിന്നെ ചെക്കന് നേവിയിലാണല്ലോ, അതിന്റെ ജോലി തിരക്കാൻ കൊണ്ട് ലീവില്ല. അപ്പോൾ പെട്ടെന്ന് ഇത് കഴിഞ്ഞ് പോകണം. അവനെ ഡ്യൂട്ടിക്ക് വിളിക്കുന്നത്, അതാ പ്രശ്നം. ആ ഓ നേവിയിൽ തന്നെയല്ലേ? ആ, കഴിഞ്ഞ മാസം ലീവ് എടുത്ത് വന്നാണല്ലോ, അപ്പോഴാണ് കൊറോണ ഒന്നും ഇങ്ങനെയായത്. 3 മാസം ലീവ് എടുത്ത് വന്നേനല്ലോ. അപ്പോ പിന്നെ അങ്ങനെ ആവുമ്പോ പോലീസ് സ്റ്റേഷനിൽ ഒരു പെർമിഷൻ എടുക്കണം. ആ, അതെടുത്തേക്ക്. എടുത്തിട്ടുണ്ട്. ഓ, പെർമിഷൻ എടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പറഞ്ഞോ? ആ, നമ്മളെ മെമ്പർ ദിവാർട്ടോണ് പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിലേക്കും ചെല്ലാൻ പറഞ്ഞേക്ക്. ആ. അവിടുന്ന് കാര്യങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞു. ഹെൽത്തിലൊന്ന് പറയണടാ. ഹെൽത്തിൽ നിങ്ങളൊന്ന് പറയോ? ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മളൊരു സുഹൃത്താണ്. ആ. ഒരു കാര്യം ചെയ്യ്, നീ വരണമെന്നില്ല. ഉം. ഞാൻ മൂപ്പരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആ. എന്താ ചെയ്യണ്ടെന്നൊക്കെ അതിന്റെ രീതികൾ എന്താന്നൊക്കെ ഉള്ളത് ചോദിച്ചു മനസ്സിലാക്കാം. ഉം. സംഭവം ഇതൊക്കെ ആണെങ്കിലും സർക്കാരും ആരോഗ്യ പ്രവർത്തകരും പറയുന്നതനുസരിച്ച് വേണം ഈ ചടങ്ങ് നടത്താൻ. അതെന്തായാലും വേണല്ലോ, അതാണ്. അപ്പം മാക്സിമം ഒരു 50 ആളിൽ താഴെയുള്ള ആളുകളെ പറ്റും. ആ, അറിയാലോ? അല്ല, നമ്മളിപ്പം 10-40 ആൾക്കാരെ ഉദ്ദേശിക്കുന്നുള്ളൂ. 50 ആൾക്കാർ സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ 40 ആൾക്കാരിൽ ഒതുക്കും. ആ, അത്രേ ഉള്ളൂ. പിന്നെ മാസ്ക് ഉപയോഗിച്ചിട്ട് എല്ലാവരും വരുന്ന ആളുകൾ മാസ്ക് ഉപയോഗിച്ചിട്ട് വരിക. ആ, അമ്പലത്തിൽ നിന്നാണല്ലോ താലികെട്ട്. അതെ. അമ്പലത്തിലാവുമ്പോൾ നമ്മള് അവിടെ പിന്നെ ഹാൻഡ് വാഷും സാനിറ്റൈസറും ഒക്കെ കൊണ്ടുവെക്കണല്ലോ. കമ്മിറ്റിക്കാർ പറഞ്ഞേക്ക് എന്തായാലും കൊണ്ടുവെക്കണമെന്ന്. ആ, അപ്പോൾ കൂട്ടം കൂടി നിൽക്കാണ്ട് അകലം പാലിച്ച് നിന്നിട്ട് വേണം ചടങ്ങ് നടത്താൻ. ഏ പിന്നെ പോകുന്ന കുടുംബക്കാരോട് മുഴുവൻ പറയണം ഈ മാസ്ക് ഉപയോഗിച്ചിട്ട് വരാൻ. അത് പറയാം. ആ പറയണം. ഇനിയിപ്പോൾ മാസ്ക് കണ്ടല്ലോ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞാനത്ര ആലോചിച്ചില്ല അത്. ആ അതാണ്, അതുപോലത്തെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. ഇത് ചേർക്കണോ? വേണ്ട വേണ്ട, എനിക്ക് 2-3 വീട്ടിലോടും പറയാണ്ട്. ആ അപ്പം ഞാൻ ഇറങ്ങട്ടെ. എന്നാ ശരി. സോറി 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 മോനെ, ഞാൻ ഇറങ്ങിയ. മാസ്ക് വെക്കാൻ മറക്കണ്ട. മാസ്ക് എടുത്ത് വെച്ചോ. അച്ഛൻ ഭയങ്കര ഉപദേശാണല്ലോ. നീ കൊറേ നേരമായി ഫോണിൽ കളിക്കുന്നത്. കണ്ണ് കേടായിടോ. ഫോൺ അവിടെ വെച്ചിട്ട് പോട്. ഓ, എന്തെന്നാ ഇത്? ഏത് സമയം ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. ഇതാ. ആ, ഇനി എടുത്താ വരുന്നേ? ഞാൻ കുറച്ച് സാധനം വാങ്ങുമായിരുന്നു. നീ ഇടേക്കാ? ഞാൻ മാമ്പ കിട്ടും. ആ ഞാൻ പോട്ടെ. എന്നാ ശരിയാ. ഓ നിക്ക് നിക്ക് നിക്ക്. എങ്ങോട്ടാ കേറി പോന്ന്?
കയ്യിലുള്ള സാധനം കടവെക്ക്. അവിടെ വെക്കാൻ. എന്നിട്ട് കയ്യും മുഖവും നല്ലോണം ഹാൻഡ് വാഷ് ഇട്ട് കെക്കുക. എല്ലാരെയും ഉപദേശിക്കാൻ നല്ല ആളാ. മൂപ്പർക്ക് ഇതൊന്നും ബാധകമല്ല. എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല.